കൊടുവായൂർ ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും ഹരിത കർമ്മസേനാംഗങ്ങളുടെയും പ്രയത്നത്തിൽ പൂത്തുലഞ്ഞ നാട്. വഴിയാത്രക്കാർക്കും നാട്ടുകാർക്കും ശല്യമായ റോഡാണ് സുന്ദര ദൃശ്യമൊരുക്കിയിരിക്കുന്നത്. കുഴൽമന്നം റൂട്ടിലെ നവക്കോട് പാലത്തിനു സമീപം 1/2 കിലോമീറ്ററോളം ദൂരത്താണ് പാടത്തിനരികെ പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. തേങ്കുറിശ്ശി കൊടുവായൂർ റോഡരികിൽ മാലിന്യം നിറഞ്ഞ ദുർഗന്ധം പരത്തിയ സ്ഥലത്തിനാണ് ശാപമോക്ഷം. റോഡിനിരുവശവും ഏറെക്കാലമായി പന്നികളുടെയും തെരുവ് നായ്ക്കളുടെയും ശല്യമായിരുന്നു. ഇതിനാണ് ഇതോടെ പരിഹാരമായത്. ഹരിതകർമ്മസേനയും പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ഒത്തൊരുമിപ്പിച്ചപ്പോൾ നാടിനും യാത്രക്കാർക്കും ഇതൊരു അപൂർവസുന്ദര കാഴ്ചയായി. ഈ കൊടുവായൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 2022-23 വർഷക്കാലം ഈ മേഖലയിൽ വളരെ ദുർഗന്ധം പിടിച്ച് ഒരു കാൽനട യാത്രക്കാരോ വഴിയാത്രക്കാരോ മൂക്കു പൊത്തിക്കൊണ്ടു പോകുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി കൊടുവായൂരിലെ ഭരണസമിതി അത് തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹരിതകർമ്മ സേനകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാ മാസവും ഞായറാഴ്ച ഒരിക്കൽ ഇവിടെ വന്ന് അവരുടെ സേവനം വളരെ ഈ മേഖല വൃത്തിയാക്കിക്കൊണ്ടും ഇതിൻ്റെ അറ്റ വേനൽക്കാലം ഏപ്രിൽ മെയ് മാസക്കാലങ്ങളെല്ലാം ഇതിനുമായി വെള്ളം കൊടുത്ത് ഇതിനെ ജീവൻ പിടിപ്പിച്ച ഒരുപാട് പഞ്ചായത്തിലെ ആൾക്കാർ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി കൊടുവായൂരിലെ ഈ മേഖലയിൽ കൊടുവായൂർ പഞ്ചായത്തിൽ ഒരുപാട് ഷൂട്ടിങ്ങും മറ്റുള്ള വിഷയങ്ങളെല്ലാം ഇപ്പോൾ ഈ മനോഹരമായ ഉള്ള സ്ഥലത്ത് നടക്കുന്നുണ്ട്. അത് കൊടുവായൂർ പഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതിയിലേക്കുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ഭംഗിയാക്കി ഈ മേഖലയെ ഞങ്ങൾ വൃത്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. കച്ചവടക്കാർ പതിവായി ഇവിടെ അറവു മാലിന്യങ്ങളും മറ്റും തള്ളിയിരുന്നു. 6 മാസം മുമ്പാണ് പൂവിന്റെ തൈകൾ നട്ടത്. തുടർന്ന് ഹരിതകർമ്മസേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് വെള്ളമൊഴിച്ച് ദൗത്യത്തിന് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമ സുകുമാരൻ, വൈസ് പ്രസിഡന്റ് മനോജ് എന്നിവരും സദാ കൂടെ നിന്നു. ഞങ്ങൾ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പഞ്ചായത്ത് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഇവിടെ മുന്നിൽ ഇവിടെ ഒരു അറവ് മാലിന്യങ്ങളൊക്കെ കൊണ്ട് ഇവിടെ ഡംപ് ചെയ്യുമായിരുന്നു. ആ അറവ് മാലിന്യം ഞങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് ഇവിടെ നല്ലൊരു പൂന്തോട്ടമാക്കി മാറ്റിയതാണ്. അതിന് ഏറ്റവും കൂടുതൽ ഈ പരിപാടിക്ക് കൂടുതൽ അവർ കഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഹരിതകർമ്മസേന അംഗങ്ങളാണ്. കൊടുവായൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളായിരുന്നു. അതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു, ഭരണസമിതി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. മാലിന്യമുക്ത കേരളം സുന്ദര ഇടമെന്ന സംസ്ഥാന സർക്കാരിന്റെ സന്ദേശമാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.